2023 സംസ്ഥാന അവാർഡുകൾ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. മികച്ച സിനിമ കാതൽ. ജിയോ ബേബി സംവിധാനം ചെയ്ത കാതലാണ് മികച്ച സിനിമ. മികച്ച നടി ഉർവശി ഉള്ളൊഴുക്ക്, മികച്ച നടൻ പൃഥ്വിരാജ്, ആടുജീവിതം, മികച്ച സംവിധായകൻ ബ്ലസ്സി. ഇപ്പോൾ കൂടുതൽ വിവരങ്ങളുമായി ഫിജി ഡെസ്കിൽ നിന്നും ചേരുന്നു. ഫിജി, ഇപ്പോൾ സാധ്യതാ പട്ടികയിലുള്ളവർക്ക് തന്നെയാണ് ഇപ്പോൾ അവാർഡ് ലഭിച്ചിരിക്കുന്നത്. മികച്ച നടൻ പൃഥ്വിരാജ്, അദ്ദേഹത്തിന്റെ അധ്വാനത്തിന്റെ ഒരു ഫലം അതിപ്പോൾ യാഥാർത്ഥ്യമായിരിക്കുന്നത് കരുതുന്നു. ആടുജീവിതത്തിനാണ് അദ്ദേഹത്തിന് മികച്ച നടനുള്ള അവാർഡ് കിട്ടിയിരിക്കുന്നത്. അതുപോലെ തന്നെ മികച്ച സംവിധായകൻ ബ്ലസ്സി, മികച്ച സിനിമ കാതൽ. നമുക്ക് ഈ അവാർഡിനെ ഏത് രീതിയിൽ വിലയിരുത്താം ഫിജി? അർഹതപ്പെട്ടവർക്ക് ലഭിച്ച ഒരു അംഗീകാരം എന്ന് നമുക്ക് പ്രാഥമികമായി ഈ അവാർഡിനെ കുറിച്ച്, ഈ അവാർഡ് വിതരണത്തെക്കുറിച്ച്, പുരസ്കാരദാനത്തെക്കുറിച്ച് നമുക്ക് പറയേണ്ടി വരും. കാരണം മികച്ച രീതിയിൽ തിരഞ്ഞെടുത്ത ഒരു അവാർഡ് പട്ടിക മലയാളികൾക്ക് മുന്നിൽ, മലയാള സിനിമാ പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചിരിക്കുന്നു എന്ന് കാണാം. പ്രത്യേകിച്ച് ആടുജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ തിയേറ്ററുകളിൽ ഇരുന്ന് വിങ്ങിപ്പൊട്ടിയ അല്ലെങ്കിൽ വലിയ ആശങ്കപൂർണ്ണ ആകാംക്ഷ നിറഞ്ഞ ഒരു ചിത്രം, അതിൻ്റെ ദുരിതങ്ങളും മറ്റും, ഒരു ആടുജീവിതത്തിൻ്റെ, ഒരു വ്യക്തിയുടെ പ്രവാസ ജീവിതത്തിൻ്റെ ദുരിതം മുഴുവൻ വെള്ളിപ്പാളികളിൽ അവതരിപ്പിച്ച ഒരു ചിത്രമായിരുന്നു അത്. തീർച്ചയായും പൃഥ്വിരാജ് എന്ന നടൻ അതിന് അർഹതപ്പെട്ടതാണ് എന്ന് കരുതാം. അതുകൊണ്ട് തന്നെ മികച്ച നടനുള്ള പുരസ്കാരം പൃഥ്വിരാജിന് ലഭിച്ചിരിക്കുന്നു. മികച്ച സംവിധായകൻ ബ്ലെസ്സിയാകുന്നു. ബെന്യാമിൻ്റെ ആടുജീവിതം എന്ന പുസ്തകത്തെ, അതിന് തിരക്കഥയൊരുക്കി സംവിധാനം ചെയ്ത ബ്ലെസ്സി തന്നെ മികച്ച സംവിധായകനാകുന്നു. പരമ്പരാഗത മാനുഷിക ബന്ധങ്ങൾക്ക് അതീതമായി മാറുന്ന സാമൂഹിക യാഥാർത്ഥ്യങ്ങളെ അതിസൂക്ഷ്മവും ധ്വനിപ്രധാനമായും അവതരിപ്പിച്ചുകൊണ്ട് വൈവിധ്യങ്ങളെ സ്വീകരിക്കാനും ഉൾക്കൊള്ളാനും പ്രേരിപ്പിക്കുന്ന പ്രമേയത്തിൻ്റെ ശക്തമായ ആവിഷ്കാരത്തിനാണ് ഇത്തരത്തിലൊരു സിനിമ നൽകിയിരിക്കുന്നത്. അത് മികച്ച ചിത്രം കാതൽ ദി കോർ എന്ന സിനിമ മികച്ച ചിത്രമാകുന്നു. അത്തരത്തിൽ സംവിധായകൻ ജിയോ ബേബി, നിർമ്മാതാവ് മമ്മൂട്ടിയാണ്. മമ്മൂട്ടി കമ്പനിയാണ് അത് നിർമ്മിച്ചിരിക്കുന്നത്. മികച്ച രണ്ടാമത്തെ ചിത്രം ഇരട്ടയാണ്. സംവിധായകൻ രോഹിത് MG കൃഷ്ണൻ, നിർമ്മാതാവ് ജോജു ജോർജാണ്. അത് ദുരിതപൂർവമായ ബാല്യത്തെയും കുറ്റബോധത്തെയും മനഃശാസ്ത്രപരമായി സമീപിച്ചുകൊണ്ട് തികഞ്ഞ കയ്യൊതുക്കത്തോടെയും ഘടനാപരമായ ദൃഢതയോടെയും ഉദ്വേഗജനകമായ പ്രമേയത്തിന്റെ ആഖ്യാനം നിർവഹിച്ചതാണ് മികച്ച രണ്ടാമത്തെ ചിത്രത്തിന് ഇരട്ടയ്ക്ക് അവാർഡ് ലഭിച്ചിരിക്കുന്നത്. അനുപ്രിയ, ഫിജിയോടൊപ്പം MS ബനേഷ് കൂടി ചേരുകയാണ്. ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത്, പൃഥ്വിരാജിന് ആയിരിക്കുമോ മമ്മൂട്ടിക്കായിരിക്കുമോ മികച്ച നടനുള്ള പുരസ്കാരം എന്നുള്ള ആകാംക്ഷ അത് പ്രേക്ഷകരെ സംബന്ധിച്ച് മാത്രമല്ല, ഈ രണ്ട് നടന്മാരുടെയും ആരാധകരെ സംബന്ധിച്ച് മാത്രമല്ല, അവാർഡ് നിർണയ ജൂറിയെ സംബന്ധിച്ച് മാത്രമല്ല, ഒരു പക്ഷേ സാംസ്കാരിക വകുപ്പ് മന്ത്രിയെ സംബന്ധിച്ചിട്ടും വളരെ പ്രധാനപ്പെട്ട സംഘർഷം നിറഞ്ഞ ഒന്നായി മാറിയിട്ടുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ രാത്രികളിലുടനീളം, ഈ കഴിഞ്ഞ പകലുകളിലുടനീളം ജൂറിയുടെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഈ രണ്ടു പേർ, മമ്മൂട്ടി, പൃഥ്വിരാജ് എന്നിവർ അഭിനയിച്ച മമ്മൂട്ടിയുടെ കാതൽ, പൃഥ്വിരാജിൻ്റെ ആടുജീവിതം, രണ്ട് സിനിമകളിലും രണ്ട് വലിയ നടന്മാർ അഭിനയിച്ച അഭിനയ മുഹൂർത്തങ്ങൾ, അതിൻ്റെ വിവിധ പ്രതലങ്ങൾ, ഇതിൽ ആർക്ക് ഒന്നാം സ്ഥാനം കൊടുത്ത് മികച്ച നടനായി പ്രഖ്യാപിക്കുമെന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട സങ്കീർണമായ ഒന്നായിരുന്നു. ഇതിലെ ജൂറിയുടെ ചെയർമാനായിട്ടുള്ള സുധീർ മിശ്രയെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ സിനിമാ ലോകവും അദ്ദേഹത്തിൻ്റെ സിനിമാ സംസ്കാരവും ഒരുപക്ഷെ വിവിധ അടരുകളിലൂടെ പോകുന്ന സിനിമകൾക്ക് പ്രാധാന്യം നൽകുന്നതാണ്. കാതലിലെ മമ്മൂട്ടിയുടെ അഭിനയം എന്ന് പറയുന്നത് ഒരേ സമയം പല പ്രതലങ്ങളിലൂടെ പോകുന്നു. അതിസൂക്ഷ്മമായ അഭിനയം അതിൽ പ്രധാനപ്പെട്ട ഒന്നായിട്ട് വരുന്നു. അതേസമയം പൃഥ്വിരാജിൻ്റെ ആടുജീവിതത്തിലെ കഥാപാത്രമാകട്ടെ പ്രത്യക്ഷത്തിൽ തന്നെ പ്രേക്ഷകർക്ക് മനസ്സിലേക്ക് എടുക്കാൻ കഴിയുന്ന രണ്ട് തലങ്ങൾ മാത്രമാണ്. ആ രണ്ട് തലങ്ങളെ അത്രമേൽ ആത്മാർത്ഥമായും ആത്മസമർപ്പണത്തോടെയും അവതരിപ്പിക്കുകയും ചെയ്തിരിക്കുന്നു. ഇതിലേതിന് പുരസ്കാരം നൽകും? അതിസൂക്ഷ്മമായ അഭിനയത്തിൻ്റെ പ്രതലങ്ങൾ ഒരു പക്ഷേ അവാർഡ് സിനിമകൾ എന്നൊക്കെ പറയുന്ന വ്യാഖ്യാനിക്കാവുന്ന രീതിയിലുള്ള ഒരു തലത്തിൽ നിന്നുകൊണ്ട് മമ്മൂട്ടിയുടെ അതിസൂക്ഷ്മമായ അഭിനയം, അതേസമയത്ത് രണ്ട് തലങ്ങളിൽ പ്രത്യക്ഷത്തിൽ തന്നെ വേഷവിധാനങ്ങൾ, സമർപ്പണം, മരുഭൂമിയിലെ സമർപ്പണം, ശരീരത്തിൻ്റെ ശോഷിക്കൽ എന്നിങ്ങനെയുള്ള പ്രത്യക്ഷത്തിൽ സാധാരണക്കാരായ പ്രേക്ഷകർക്ക് ഇതാണ് നല്ല അഭിനയം എന്ന് പറയാവുന്ന രീതിയിൽ പ്രകടമായിട്ടുള്ള ഒന്നായിരുന്നു പൃഥ്വിരാജിൻ്റേത്. സ്വാഭാവികമായിട്ടും പൃഥ്വിരാജിനെ മികച്ച നടനാക്കുന്നു. ഇന്ന് ദേശീയ അവാർഡുകൾ ഇനി വരാനിരിക്കുകയും ചെയ്യുന്നു. മമ്മൂട്ടി എന്ന വാക്ക് ഈ അവാർഡ് പ്രഖ്യാപനത്തിൽ ഒരേ ഒരു തവണയാണ് വന്നത്. അത് മമ്മൂട്ടി കമ്പനിയാണ് കാതലിൻ്റെ നിർമ്മാണം എന്ന് സൂചിപ്പിച്ചുകൊണ്ട് കാതലിനെ മികച്ച സിനിമയായിട്ട് പ്രഖ്യാപിക്കുകയും ചെയ്ത വേളയിലായിരുന്നു അത് വന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ ഫിജിയിലേക്ക് കൈമാറുകയാണ്.
ബനേഷ്, ഇതിനു മുൻപ് വാസ്തവം, സെല്ലുലോഡ് എന്നീ സിനിമകൾക്കായിരുന്നു പൃഥ്വിരാജിന് സംസ്ഥാന അവാർഡ് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. ഈ ആടുജീവിതം എന്നൊരു സിനിമ പൃഥ്വിരാജിനെ സംബന്ധിച്ചിടത്തോളം കരിയറിൽ അദ്ദേഹം അത്രയധികം കഠിനാധ്വാനം ചെയ്ത ഒരു സിനിമയായിരുന്നു. ഈ കഥാപാത്രത്തിന് വേണ്ടി, നജീബ് എന്ന കഥാപാത്രത്തിന് വേണ്ടി. ഒരുപക്ഷെ മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തമായി ഈ സിനിമയിലെ ഒരു ഫ്രെയിമിൽ പോലും പൃഥ്വിരാജ് എന്ന താരത്തെ നമുക്ക് കാണാൻ സാധിക്കില്ല. നജീബിനെ മാത്രമേ നമുക്ക് ഈ സിനിമയിൽ കാണാൻ സാധിക്കുകയുള്ളൂ. അത്രത്തോളം ആത്മസമർപ്പണത്തോടെയാണ് പൃഥ്വിരാജ് നജീബ് എന്ന ക്യാരക്ടറിനെ അനശ്വരമാക്കിയത്. ഒരുപക്ഷെ പൃഥ്വിരാജ് എന്ന നടനെ, താരം എന്നുള്ള ഒരു പദവി മാറ്റിവെക്കുകയാണെങ്കിൽ പൃഥ്വിരാജ് എന്ന നടനെ ഈ ആടുജീവിതം എന്ന സിനിമയിലൂടെ ഏത് രീതിയിലായിരിക്കും മലയാള സിനിമയിൽ ഇനി മുതൽ അടയാളപ്പെടുത്തുക? തീർച്ചയായും ഇതിനോടകം തന്നെ മലയാള സിനിമയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച ആളാണ് പൃഥ്വിരാജ് എന്ന് പറയാം. പക്ഷേ ഈ ഒരു പുരസ്കാരം അദ്ദേഹത്തിന് കൂടുതൽ ഉന്നതിയിലേക്ക്, ഉയരങ്ങളിലേക്ക് നയിക്കുമെന്നതിൽ സംശയമില്ല. നമുക്കറിയാം, ജീവിതത്തിന്റെ പരീക്ഷണ ഘട്ടങ്ങളിൽ പെട്ടുപോയ ഒരു മനുഷ്യന്റെ അതിജീവനത്തോടെയും നിസ്സഹായ അവസ്ഥയും ശേഷമുള്ള ശരീരഭാഷയും തന്മയത്വത്തോടെ അവതരിപ്പിച്ച ഒരു പ്രകടനത്തിനാണ് പൃഥ്വിരാജിന് ഈ ഒരു അവാർഡ് ലഭിക്കുന്നത്. മികച്ച നടനായി 1 ലക്ഷം രൂപയും ശില്പവും പ്രശസ്തി പത്രവും അടങ്ങുന്ന അവാർഡാണ് ആടുജീവിതത്തിന് അദ്ദേഹത്തിന് ലഭിച്ചിരിക്കുന്നത്. നമുക്ക് ആടുജീവിതം എന്നുള്ള ചിത്രത്തിലൂടെ കടന്നു പോകുമ്പോൾ നമുക്കറിയാൻ കഴിയും അദ്ദേഹം എത്രമാത്രം ഈ ഒരു സിനിമയ്ക്ക് വേണ്ടി കഷ്ടപ്പെട്ടിട്ടുണ്ട്. തീർച്ചയായും പറയുകയാണ്, അതായത് ഇനി ഈ സിനിമയെ നമ്മൾക്ക് അവാർഡ് ജീവിതം എന്ന ടൈറ്റിൽ കൊടുക്കാമെന്ന് തോന്നുന്നു. അത്രയധികം അവാർഡുകളാണ് കിട്ടിയിരിക്കുന്നത്. അവാർഡ് ജീവിതം ഫിജി. തീർച്ചയായും അവാർഡ് ജീവിതം തന്നെയാണ്. ആടുജീവിതം എന്ന് പറയുമ്പോൾ അത് ദുരിത ജീവിതമായ ഒരു സാഹചര്യങ്ങളിലൂടെ കടന്നു പോകുന്നു എന്ന് കരുതിയവർക്ക് ഇനി അത് മാറ്റി പറയേണ്ടി വരും. ആടുജീവിതം ഇനി ഒരുപക്ഷെ ആ ഒരു പുസ്തകം തന്നെ ഇനിയും അവാർഡ് ജീവിതം എന്നുള്ള രീതിയിൽ നമുക്ക് മാറ്റി വായിക്കാൻ കഴിയുമായിരിക്കും. കാരണം അത്രമാത്രം ഒരു പുരസ്കാര ലബ്ധി ആ ചിത്രത്തിന് ലഭിച്ചിരിക്കുന്നു. 9 സംസ്ഥാന അവാർഡുകളാണ് ആടുജീവിതം വാരിക്കൂട്ടിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആടുജീവിതം കൂടുതൽ, എനിക്ക് തോന്നുന്നു ആ പുസ്തകവും കൂടുതൽ ഇനി വായിക്കപ്പെടും എന്ന് കരുതാം. സംവിധായകൻ ബ്ലസ്സി അദ്ദേഹത്തിന്റെ അഭിമുഖങ്ങൾ പറഞ്ഞൊരു പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. അതായത് കാത്തിരിക്കുന്നവൻ കൂടുതൽ അനുഗ്രഹിക്കപ്പെടുമെന്ന് ബൈബിളിന്റെ ഒരു വാചകമുണ്ട്. ആ വാചകം അദ്ദേഹം എപ്പോഴും തന്റെ ജീവിതത്തിൽ പിന്തുടർന്ന് പോകുന്നുണ്ട് എന്ന് ബ്ലസ്സി തന്റെ അഭിമുഖങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എത്രയോ വർഷങ്ങളെടുത്താണ്, എനിക്ക് തോന്നുന്നു 11 വർഷമെടുത്താണ് ഈ ആടുജീവിതത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയത്. അതിനിടയിൽ എത്രയോ പ്രതിസന്ധികൾ ഉണ്ടായിരുന്നു. കോവിഡ് വന്നുപോയി, ആളുകൾക്ക് അസുഖം വന്നിട്ടുണ്ട്, ഒരുപാട് തവണ നിർമ്മാണം നിർത്തിവെക്കേണ്ട സാഹചര്യം വന്നിട്ടുണ്ട്. ഒരുപക്ഷെ ഒരു ഘട്ടത്തിൽ ഈ ഒരു സിനിമ മുന്നോട്ട് പോകണമോ എന്നുള്ളൊരു കാര്യത്തിൽ ചിന്തകൾ വന്നിട്ടുണ്ടായിരുന്നു. എന്നിട്ടും അദ്ദേഹം കാത്തിരുന്നു. ആ ബൈബിൾ വാചകം അന്വർത്ഥമാക്കിക്കൊണ്ട് ആ സ്വന്തം ജീവിതത്തിൽ ബൈബിൾ വാചകം അന്വർത്ഥമാക്കിക്കൊണ്ട് കാത്തിരിക്കുന്നവന് അനുഗ്രഹിക്കപ്പെടും. ഇപ്പോൾ ആ അനുഗ്രഹം ലഭിച്ചിരിക്കുന്നു. സംസ്ഥാന അവാർഡിലൂടെ മികച്ച സംവിധായകൻ, മികച്ച അഡാപ്റ്റഡ് സ്ക്രീൻ പ്ലേ, തിരക്കഥാകൃത്ത് ഇപ്പോൾ ബ്ലസ്സിക്കാണ് ലഭിച്ചിരിക്കുന്നത്. തീർച്ചയായും അദ്ദേഹത്തിന്റെ ഒരു സിനിമാ ജീവിതം നമുക്കറിയാം, അദ്ദേഹത്തിന്റെ ഒരു സിനിമാ യാത്ര. ഇപ്പോൾ ബനേഷ് അദ്ദേഹവുമായിട്ടുള്ള ഒരു അഭിമുഖം ചെയ്തതും കൂടിയാണ്. ഈ ഒരു സിനിമയിലൂടെ, ഈ ആടുജീവിതം എന്ന സിനിമയിലൂടെ അദ്ദേഹത്തിന് ഇനി എന്തെങ്കിലും ചെയ്യാൻ ബാക്കിയുണ്ടോ എന്നുള്ള രീതിയിൽ നമുക്ക് സംശയം തോന്നിയേക്കാം. പക്ഷേ ബ്ലസ്സി ഇനി പുതിയ ഒരു ചിത്രവുമായി വന്നിരിക്കാം, നമ്മളേക്ക് അമ്പരപ്പിച്ചിരിക്കാം. ബ്ലസ്സി എന്ന സംവിധായകനെ ഈ ആടുജീവിതത്തിലൂടെ അദ്ദേഹത്തിന്റെ സംവിധാന മികവിനെ നമുക്ക് എങ്ങനെ വിലയിരുത്താം? തീർച്ചയായും ഒരു പ്രവാസ ജീവിതത്തിന്റെ ആ ഒരു തന്മയത്വം, നമ്മൾ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞാൽ എല്ലാം ഇങ്ങനെയല്ല, പക്ഷേ ദുരിതവും കഷ്ടപ്പാടുകളും സഹനവും നിറഞ്ഞ ഒരു ആടുജീവിതം. ആ സിനിമ കണ്ടവർക്ക് കൂടുതൽ അത് വ്യക്തമാകും. അല്ലെങ്കിൽ ആ പുസ്തകത്തിൽ പറയുന്നതിൽക്കാൾ കൂടുതൽ ഒരു ദൃശ്യ മികവിലേക്ക് വരുമ്പോൾ അത് മാറ്റി എഴുതി പകർപ്പ്, അല്ലെങ്കിൽ അതുപോലെ ഒരു ദൃശ്യഭാഷ നൽകാൻ അതിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. വെള്ളിത്തിരയിൽ ആടുജീവിതം ഒരുക്കുകയായിരുന്നു അദ്ദേഹം പൂർണ്ണമായും. മണലാരണ്യത്തിൽ കഷ്ടപ്പെടുന്ന, നാട്ടിലേക്ക് തിരികെ പോകാൻ ആഗ്രഹിക്കുന്ന, അവിടെ വന്ന് പീഡനം സഹിക്കുന്ന ഒരു വ്യക്തിയുടെ സഹനങ്ങൾ മുഴുവൻ ശരീരത്തിലും അല്ലെങ്കിൽ അവൻ്റെ സംസാരത്തിലും വാക്കിലും പ്രവൃത്തിയിലും ഒക്കെ ആവാഹിച്ച് നടത്തിയ ഒരു പ്രകടനം. അത് പൃഥ്വിരാജ് അതിന് മികച്ച നടനുള്ള അവാർഡ് നേടിയിരിക്കുന്നു. പക്ഷേ അതിന് കളമൊരുക്കിയ ബ്ലസ്സി തന്നെയാണ്. ബ്ലസ്സിയുടെ മനസ്സിലുള്ള ആ ഒരു ഭാവങ്ങൾ, ആ പ്രകടനം ക്യാമറയിലൂടെ പൃഥ്വിരാജ് പുറത്തെടുത്തിരിക്കുന്നു. അതിന് പൃഥ്വിരാജിനും മികച്ച നടനുള്ള അവാർഡ് ലഭിച്ചിരിക്കുന്നു. ഒപ്പം ബ്ലസ്സി എന്ന സംവിധായകനെ സംബന്ധിച്ച് അദ്ദേഹം അധികമൊന്നും ചിത്രങ്ങൾ മലയാളത്തിൽ ചെയ്തിട്ടില്ല. പക്ഷേ ചെയ്ത ചിത്രങ്ങളൊക്കെ പൊന്നാക്കിയിട്ടുണ്ട് അദ്ദേഹം. വളരെ ഒരു നേരിട്ട പരിചയമുള്ളവർക്കറിയാം, വളരെ സൗമ്യമായ ഒരു വ്യക്തിത്വമാണ്. ഈ ഒരു വലിയ സിനിമാ കോലാഹലങ്ങൾക്കിടയിൽപ്പെട്ട് വ്യാപരിക്കുന്ന ഒരു മനുഷ്യൻ അല്ല ബ്ലസ്സി എന്ന് അദ്ദേഹത്തോട് സംസാരിച്ചപ്പോഴൊക്കെ, അഭിമുഖം നടത്തിയപ്പോഴൊക്കെ എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അദ്ദേഹത്തിൻ്റെ കലാകാഴ്ചപ്പാടുകൾ, ക്യാമറ കാഴ്ചപ്പാടുകൾ, അദ്ദേഹത്തിൻ്റെ മനസ്സിലുള്ള ദൃശ്യങ്ങൾ, ആ വ്യൂ, അതെന്താണ് എന്ന് ചിത്രത്തിലൂടെ